ഹലോ ഗൈസ്, ക്യാപ്റ്റൻ മില്ലർ ക്യാപ്റ്റൻ മില്ലർ ഗംഭീരമായ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. ഗംഭീര സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ജിഗ് ജിഗ് ജിഗാന്നിരുന്നു. അതിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ, ഒരു 2.5-2.25 മണിക്കൂറിൽ നിൽക്കുന്ന ഒരു ഗംഭീരമായ ഒരു വേർഷൻ ക്യാപ്റ്റൻ മില്ലർ. സിനിമയുടെ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ധനുഷിന്റെ വിളയാട്ടമാണ്, പൂണ്ട് വിളയാട്ടം, അഴിഞ്ഞാട്ടമാണ് സിനിമയിൽ. അതുപോലെ തന്നെ വന്നിട്ടുള്ള ധനുഷിന്റെ കൂടെ പെർഫോം ചെയ്തവരെല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ. ഒരു ടെക്നിക്കൽ വശങ്ങളെല്ലാം പോസിറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരറ്റം മുതൽ ഇങ്ങനെ പറയേണ്ടി വരും. അത് ക്യാമറ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, എഡിറ്റിങ്, അങ്ങനെ ഒരറ്റത്തുനിന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോകേണ്ടി വരും. ഗംഭീരമായ ഒരു സിനിമ നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു പീരീഡിക്കൽ ത്രില്ലറാണ്. ഒരു പ്രത്യേക പീരീഡിൽ നടക്കുന്ന ഒരു സിനിമ. ആ സിനിമ ഒരു ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ബ്രിട്ടീഷുകാരും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ. അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു കഥയാണ് സിനിമ പറയുന്നത്. ആ ഗ്രാമത്തിൽ രാജവംശം ഈ സാധാരണ ജനങ്ങളെയൊക്കെ അടക്കി വെച്ചിട്ട് അവരുടെയൊക്കെ മുകളിൽ നിന്നുകൊണ്ട് കുറെ അനുഭവിക്കുന്ന കുറെ മൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അതൊക്കെ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കുന്ന രാജവംശം ഈ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് നിന്ന് സാധാരണ ജനങ്ങളെ വഞ്ചിക്കുന്നതും അതുപോലെ തന്നെ കുതിര കച്ചവടവും ചെയ്യുന്നതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ത്രെഡാണ് സിനിമ പറയുന്നത്. സമയത്തെ ഒരു പൊളിറ്റിക്സ് ആണ് സിനിമ പറയുന്നത്. പക്ഷെ ആ സമയത്ത് പറയുന്ന പൊളിറ്റിക്സ് പറയുന്നതിനോടൊപ്പം തന്നെ സിനിമ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള, നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ സിനിമയിൽ ഉടനീളം പറഞ്ഞു പോകുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ പൊളിറ്റിക്കലി ആയിട്ടുള്ള, നല്ല ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്നതല്ല. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അതിലേക്കാണ് ഞാൻ വരുന്നത്. വെറുതെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു പോകാതെ സിനിമ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു ഗംഭീര എന്റർടൈൻ ചെയ്യാവുന്ന കുറെ എലമെന്റുകൾ പ്രേക്ഷകന് ഇട്ട് തന്നുകൊണ്ടാണ് അത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത് കണ്ട ഒരു സിനിമയാണ് ജിഗർദണ്ഡ പോലെയുള്ള സിനിമകൾ. അതിൽ കാർത്തിക് സുബരാജ് ഒക്കെ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്സ്, ഒരു സ്റ്റേറ്റ്മെന്റ് സിനിമയിൽ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ മുഴച്ചു നിൽക്കാതെ ഈ പ്രേക്ഷകർ എപ്പോഴും സിനിമ കാണുന്നത് ഒരു എന്റർടൈൻ ചെയ്യാനാണ്. ഒരു 2.5 മണിക്കൂർ ഒരു എൻഗേജിങ് ആയിട്ട്, ത്രില്ലായിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകർ വരുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകളൊന്നും മുഴച്ചു നിൽക്കാതെ കൃത്യമായി ഒരു എന്താ പറയാ, ടെക്നിക്കൽ ആയിട്ടുള്ള തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രേക്ഷകന് നൽകിക്കൊണ്ട് ബ്ലെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറയാനാണ് കാർത്തിക് സുബ്രാജ് പോലെയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതേപടിയാണ് അരുൺ മതേശ്വരൻ എന്ന് പറയുന്ന ഡയറക്ടർ. ഗംഭീരമായ ഒരു ഡയറക്ടറാണ്. നല്ല പണി അറിയാവുന്ന, നല്ല കൃത്യമായി നല്ല വെടിപ്പോടെ പണി അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അരുൺ മതേശ്വരൻ. സിനിമയുടെ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യാമറയാണ്. ക്യാമറ ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് നൂനി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്കുമാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയുടെ ഭയങ്കര ഒരു പോസിറ്റീവ് എന്ന് പറയാവുന്ന ഒരു സാധനം. എന്താ പറയാ, ജി.വി. പ്രകാശാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് എല്ലാം തന്നെ അതിലെ പാട്ടുകളൊക്കെ ബ്ലെൻഡ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ മൊത്തം ഒരു വിപ്ലവം ആണ്. സിനിമ മൊത്തത്തിലൊരു വിപ്ലവം പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ വിപ്ലവം പറയുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന സോങ്സ് ആയിരിക്കണം. അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു സോങ്സ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറയും എഡിറ്റിങ്ങും. ഇതിലൊരു സീനുണ്ട്, ഒരു എന്താ പറയാ, കോവില്, ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു ട്രഷർ ബ്രിട്ടീഷുകാർ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അപ്പോ ധനുഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് എടുത്ത് തിരിടാൻ വേണ്ടി ചേസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഒരു 10 മിനിറ്റ് തിയേറ്ററിൽ കിളി പാറുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം വന്നിട്ട് നമ്മളെ ഗംഭീരമായിട്ട് എൻഗേജ് ചെയ്ത് നിർത്തുന്ന എലമെന്റുകളാണ് ആ സമയത്തെല്ലാം. അവിടെ നിന്ന് തുടങ്ങി അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്നത് ക്ലൈമാക്സ്, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്തോറും ഇങ്ങനെ അതിന്റെ പീക്ക് ലെവൽ അങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് നിർത്തും. ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ധനുഷിന്റെ കൂടെ പെർഫോം ചെയ്ത ആളുകൾ, നമ്മുടെ ശിവരാജ്കുമാർ, അദ്ദേഹത്തിന് ഒരുപാട് സ്പേസ് ഒന്നുമില്ല, സ്ക്രീൻ സ്പേസ് ഒന്നുമില്ല, ഒരു ടൈം ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം വരുന്ന സമയത്തൊക്കെ നമ്മുടെ ധനുഷിന്റെ അതേ ലെവലിൽ നിന്ന് പെർഫോം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിഥി ബാലൻ, അതുപോലെ എലങ്കോ കുമരവൻ, അദ്ദേഹം മറ്റേ നമ്മുടെ വിക്രം സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ റോൾ ചെയ്ത അദ്ദേഹം
തുടക്കം മുതൽ അവസാനം വരെ ഒരു ത്രൂ ഔട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിഥി ബാലൻ, അതുപോലെ തന്നെ പ്രിയങ്ക അരുൾമോഹൻ, അവരാണ് നായിക. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു ആ നായികയുടെ ഭാഗത്തു നിന്ന്. ടോട്ടലി പെർഫോമൻസ് വൈസും അതുപോലെ തന്നെ ടെക്നിക്കൽ വശം എനിക്ക് ഭയങ്കരമായിട്ട് തൃപ്തി തോന്നിയ ഒരു സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ധനുഷിന്റെ ഒരു അഴിഞ്ഞാട്ടമാണെന്ന് പറഞ്ഞല്ലോ. ധനുഷിന്റെ എന്താ പറയാ, ധനുഷിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഒരു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു വൈകാരികത ഒക്കെ കാണിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു സ്വാഗും സ്റ്റൈലും ഉൾപ്പെടുന്ന ഒരു വൈകാരികത, ഉള്ളിലുള്ള ഒരു വൈകാരികതയും ഒക്കെ ഫേസിലെ എക്സ്പ്രഷനും ഉൾപ്പെടെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമയിലെ അവസാനം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഒരു ധനുഷിനോട് ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, നമ്മൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോ ധനുഷ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അങ്ങനെ ഏത് ദൈവമാണ് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പറയില്ല എന്ന്. അങ്ങനെ അവിടെ ഭയങ്കര കയ്യടിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അതിൽ കുറഞ്ഞതൊന്നും പറയാനില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമ ഞാൻ പറഞ്ഞത് അത്രയും സിനിമ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ ഏത് ഭാഗത്താണ് കൂടുതൽ എന്താ പറയാ ധനുഷിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് പീക്ക് ലെവലിൽ തോന്നിയത്, അത് കമന്റ് ചെയ്യാം. അപ്പോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഗംഭീരമായ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് സിനിമ. അപ്പോ മറ്റൊരു സിനിമയുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.